മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി N. അരുണിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം വനിതാ റോഡ് ഷോയും വനിതാ അസംബ്ലിയും നടന്നു. മേള ഓഡിറ്റോറിയത്തിൽ നടന്ന വനിതാ അസംബ്ലി മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TV അനിത ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ മണ്ഡലം LDF സ്ഥാനാർത്ഥി N. അരുണിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടതുപക്ഷ വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ വനിതാ റോഡ് ഷോയും വനിതാ അസംബ്ലിയും നടത്തി. SNDP ജംഗ്ഷനിൽ നിന്ന് തുടങ്ങിയ വനിതാ റോഡ് ഷോ നെഹ്റു പാർക്കിൽ സമാപിച്ചു. തുടർന്ന് മേള ഓഡിറ്റോറിയത്തിൽ ചേർന്ന വനിതാ അസംബ്ലി മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TV അനിത ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തുന്നു. ഈ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, കേരളത്തിൻ്റെ ഒരു ഭരണ ചരിത്രം നമ്മളെല്ലാം നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. 1957 ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ കേരളത്തിൽ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. അതിന് അന്ന് നേതൃത്വം കൊടുത്ത മഹത് വ്യക്തിയുടെ പേര് EMS എന്നാണ്. EMS പിൽക്കാലത്ത് അറിയപ്പെട്ടത് ആധുനിക കേരളത്തിൻ്റെ പിതാവ് എന്ന നിലയിലേക്ക് ലോകത്ത് അറിയപ്പെടാനിടയാക്കിയ ഒട്ടേറെ കാരണങ്ങളുണ്ട് എന്നത് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. 57 EMS തുടങ്ങി വെച്ച കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ തുടക്കം ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ ഒരു നവകേരള സൃഷ്ടി എന്ന നിലയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ഭരണചരിത്രം നാം എടുത്തു കഴിഞ്ഞാൽ ആണ് എന്ന് കാണാൻ കഴിയും. മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം സീന ബോസ് അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP, VR ശാലിനി, ഷാലി ജെയിൻ, സ്മിത ദിലീപ്, മേരി ജോർജ്, PP നിഷ, ജയ അരുൺകുമാർ, കിഷിത ജോർജ്, ശാന്തമ്മ പയസ്, അനിത റജി, NK പുഷ്പ, സൗമ്യ ദിനേശ് തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം.